CPM നേതാവ് ശ്രീ NN കൃഷ്ണദാസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഒരു പ്രത്യേക സിദ്ധാന്തം രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയ നേതാവായതുകൊണ്ട്, ദേശീയ അധ്യക്ഷനായതുകൊണ്ട് അദ്ദേഹം ആ നിലവാരത്തിൽ നിന്ന് സംസാരിക്കും. കേരളത്തിലെ നേതാക്കൾ മറ്റൊരു രീതിയിൽ നിന്നുകൊണ്ട് സംസാരിക്കും. അവർക്ക് മാത്രമായിരിക്കും CPM-നെതിരെ സംസാരിക്കാനുള്ള ഉത്തരവാദിത്വം. രാഹുൽ ഗാന്ധി മറ്റൊരു തലത്തിൽ നിൽക്കേണ്ടയാളാണ്. ഇതാണ് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നൊരു സിദ്ധാന്തം. അത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ആവർത്തിക്കുമ്പോൾ, കേരളത്തിൽ ഇന്നും കേൾക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഈ നിഷ്പക്ഷ വോട്ടർമാരെയൊക്കെ ഈ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എതിർക്കുമ്പോഴും ബഹുമാനിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ കഴിവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചൊരു മതിപ്പ് സൃഷ്ടിക്കില്ലേ? അത് ഞങ്ങളുടെ വിഷയമല്ല. രാഹുൽ ഗാന്ധിയെ കുറിച്ച് ആർക്കെങ്കിലും മതിപ്പുണ്ടാവുകയും ഉണ്ടാവാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ജനങ്ങളുടെ പ്രശ്നമല്ല. ജനങ്ങൾക്ക് അതൊന്നല്ല. രാഹുൽ ഗാന്ധിയോട് മതിപ്പുണ്ടോ ഇല്ലയെന്നൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. അത് മതിപ്പ് കൽപ്പിക്കണവർ കൽപ്പിച്ചോട്ടെ. അല്ല, മതിപ്പിനൊന്നും വോട്ടില്ല. വോട്ട് രാഷ്ട്രീയത്തിന്, രാഹുൽ ഗാന്ധിയുടെ പ്രമാണിത്വത്തിന് വോട്ട് ആരാ ഇതൊക്കെ? പിന്നെ അവിടെ ഉത്തർപ്രദേശിൽ മുഴുവൻ വോട്ട് അങ്ങോട്ട് കിട്ടേണ്ടിയിരുന്നില്ലേ? ഉത്തർപ്രദേശിലല്ലേ ഇവര് 80 MP-മാരുള്ള സ്ഥലം. അവിടെ വേറെ 2 ജയിച്ചുള്ളൂ. മാത്രമല്ല, കഴിഞ്ഞതിന്റെ മുമ്പിലത്തേക്കാളും ഭൂരിപക്ഷം കുറഞ്ഞില്ലേ രാഹുൽ ഗാന്ധിക്ക്? നിങ്ങൾ എന്ത് വിഡ്ഢിത്താണ് ഇതൊക്കെ പറയുന്നത്? അതിനൊന്നും വോട്ടില്ല. വോട്ട് ഓരോ പൊളിറ്റിക്കൽ നിലപാടിനാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞെന്താന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇതാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അത് മഹാവങ്കത്തരെന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിക്ക് മതിപ്പുണ്ടോ മതിപ്പില്ലേ അതൊന്നും ജനങ്ങളെ സംബന്ധിച്ചിട്ടൊരു പ്രശ്നമല്ല. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ നോക്കുന്നത്. അതിനാണ് വോട്ട്. മനസ്സിലായി. അവിടെ ശരിയായ രാഷ്ട്രീയം, അത് ഇടതുപക്ഷത്തിൻ്റെതായാലും കോൺഗ്രസിൻ്റെതായും രാഷ്ട്രീയമാണ് അവതരിപ്പിക്കേണ്ടത്. അതിൽ നിന്ന് വിട്ടുനിൽക്കലല്ല വേണ്ടതെന്ന് രാഹുൽ ഗാന്ധിയെ നിങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറല്ല. ഇടതുപക്ഷത്തെക്കുറിച്ചൊന്നും പറയില്ല. അതിന്നും ആവർത്തിച്ചു. പ്രശ്നം അതല്ല. ഇപ്പോൾ ഈ രാഷ്ട്രീയം പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ മാനിക്കുന്നു, അത് പരസ്യമായി പറയുന്നു എന്നത് കേരളത്തിലെ വോട്ടർമാരിൽ എന്തുതരം ചലനം സൃഷ്ടിക്കും? എന്തുതരം സമീപനമാകും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ആ ഇടതുപക്ഷ സമീപനത്തെ, അംഗീകരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളെ അംഗീകരിക്കുന്ന പരസ്യ നിലപാടിന് ലഭിക്കുക? ഇടതുപക്ഷം എടുക്കുന്ന നിലപാടാണ് ശരി എന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കയ്യൊപ്പിട്ട് സമ്മതിച്ചു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ശരി, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ശരി. ഇവിടെയുള്ള കോൺഗ്രസുകാർക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പോലെ ഉന്നതരായിട്ടുള്ള കോൺഗ്രസുകാരെ ഇടതുപക്ഷം പറയുന്നതാണ് ശരിയെന്ന് സമ്മതിക്കുന്നു. പിന്നെ ഇവർ പറയുന്നതിനൊക്കെ എന്തായുള്ളത് വില? അങ്ങനെയല്ലേ ബുദ്ധിയുള്ള ആളുകൾ കാണുക. അതായത് CPIM-ന്റെ അഖിലേന്ത്യാ നേതൃത്വം പറയുന്നതല്ലേ CPIM-ന്റെ നിലപാട്. ഇവിടെയുള്ള ആളുകൾ പറയുന്നതല്ലല്ലോ നിലപാട്. അപ്പൊ കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ ഗാന്ധി പറയുന്നതാണ്. രാഹുൽ ഗാന്ധി പറയുന്നു ഇടതുപക്ഷമാണ് ഏറ്റവും ശരി. അപ്പൊ പിന്നെ ഇടതുപക്ഷത്തിലല്ലേ ആളുകൾ വോട്ട് ചെയ്യുക? ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാനല്ലേ രാഹുൽ ഗാന്ധി പറയുന്നത്.